അല്ലാ അസ്സലാമലൈക്കും. വലൈക്കും സ്ലാം. വരി 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 വരി. എത്ര ആയി എന്നൊക്കെ ഒന്ന് കണ്ടിട്ട്. ശരിയാണ്. ഇരിക്കി ഇരിക്കി. ആയിക്കോട്ടെ. ഞാനിവിടെ ഇപ്പൊ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോകുമ്പോ ഈ വൈക്കല്ലേന്ന് വിചാരിച്ചിട്ട് ഒന്ന് കേറിയതാണ്. ആ ഡോക്ടറെ കാണിക്കാൻ വന്നേനു. എന്തേനു വെയ്യ എനിക്ക്? ചെറിയ മൈഗ്രെയിനേനു. ആണല്ലേ, എല്ലാവർക്കും വെയ്യായിക തന്നെയാണ്. നിങ്ങൾക്കൊന്ന് അങ്ങോട്ടൊക്കെ ഒന്ന് വന്നുകൂടെ? ഇവിടെ അടുത്തല്ലേ. ഇങ്ങനെ വരാൻ കഴിയാഞ്ഞിട്ട് അല്ലാതെ ഇപ്പൊ എന്താ ഞാൻ പറയാ. അതന്നെയാണ് ഇപ്പൊ എല്ലാരും അവസ്ഥയും. ഇനി എന്തെങ്കിലും പരിപാടിയോ കാര്യങ്ങളോ നമ്മുടെ കുടുംബത്തിൽ വെച്ചാൽ എല്ലാരും കൂടി ഒന്ന് കൂടും. അല്ലാതെ ഇപ്പം അങ്ങനെ എവിടേക്കോ പോകാനും ആക്കാനൊന്നും ആർക്കും വയ്യ. ശരി അങ്ങോട്ട് പറഞ്ഞത്. ആ പിന്നെ പരിപാടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ അറിഞ്ഞില്ലേ, മറ്റേ നമ്മുടെ പറയഞ്ചേരിയുള്ള ഔക്കൂന്റെ മോളെ ഇരിക്കല് മാതിരി ആർഭാടാണല്ലേ. പശുവിനെ മറന്നിട്ടുള്ള പരിപാടി തന്നെ. ആ അത് ഞാൻ അറിഞ്ഞിക്കണ്. എന്താ അല്ലേ, വല്ലാത്തൊരു പരിപാടി തന്നെ ആയിപ്പോയി. എങ്ങനെ കഴിഞ്ഞ ആൾക്കാരേനു, പരഗതിയില്ലാത്ത ആൾക്കാരേനു. ഇപ്പൊ ഓരോ പത്രാസ് എന്താണ് ഈ പരിപാടിയൊക്കെ കണ്ടായിരിക്കും. എന്റെ അമ്മോ. വേറെ നിങ്ങൾ അറിഞ്ഞോ, മാത്തോട്ടുള്ള നമ്മളെ സൂറത്താത്തന്റെ മോളില്ലേ, ആ സൂറത്താത്തന്റെ മോളെ കല്യാണം എങ്ങനെയാനു? ഒരു ഇതേമാതിരി തന്നെ അല്ലേനോ. ഒന്നിനും വയ്യാത്ത ആൾക്കാരേനു. ഇപ്പൊ എന്താണ് ഒരുപാടാക്കിയിട്ടാ കല്യാണം. പൊടി പൊടി എത്രയോ ദിവസങ്ങളെ പരിപാടിയേനു. ഇങ്ങനെ പരദൂഷണം പറഞ്ഞു നിന്നോളി നിങ്ങളൊക്കെ. നമ്മളെന്താ പരദൂഷണം പറഞ്ഞത്? ഉള്ളത് പറഞ്ഞതല്ലേ. ഉള്ളത് അപ്പൊ നിങ്ങൾ പറയണത്. ഇമ്മ പൈസ ഉള്ളവരെ മാതിരി ഓലെ എന്ത് പരിപാടി അങ്ങനെ ആർഭാടാക്കി നടത്തിക്കോട്ടെ. അതിനിപ്പോ നമ്മളിങ്ങനെ എന്തിനാ പറയണത്? പൈസ ഉള്ളവരെ മാതിരി അത് ഓലെ ഇഷ്ടത്തിന് നടത്തും. ഇല്ലാത്തവര് അതിൻ്റെതായ രീതിയിൽ നടത്തും. അത്രല്ലേ ഉള്ളൂ. അതിപ്പോ നമ്മൾ പറഞ്ഞിട്ടോ അതിനെ ഇതാക്കിയിട്ടോ ഒരു കാര്യമില്ല. വെറുതെ പറഞ്ഞിട്ട് എന്തിനാണ് വെറുതെ. പിന്നെ ഈ പറയുന്ന നമ്മക്ക് തന്നെ നാളെ പൈസ ഉണ്ടായാലും നമ്മളും ചിലപ്പോൾ അതുപോലൊക്കെ നടത്തിയെന്ന് വരും. അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവരെ നമ്മൾ പറയാൻ നിൽക്കണ്ട. ഇന്ന് നമ്മൾ പറയുന്ന കാര്യം തന്നെ ചിലപ്പോൾ നാളെ നമുക്ക് തിരിച്ചടിച്ചെന്ന് വരാം. നമ്മൾ തന്നെ അതുപോലെ ചെയ്തെന്ന് വരാം. അപ്പൊ നാളെ നമ്മളെ പറ്റിയിട്ട് മറ്റുള്ളവർ പറയില്ലേ. അപ്പൊ മിണ്ടാതെ നിന്നോളി.